ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് മേമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ 11:59 ആയപ്പോഴത്തേനും ഞങ്ങൾ നോക്കിയിട്ടോ. അപ്പോൾ മേമ്മ ഫോണിൽ വിളിച്ചിരിക്കുകയാണ്. പിന്നെ 12 മണിയായപ്പോൾ മേമാനെ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചു വിടുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തൊക്കെ നൈസായി പാളിപ്പോയി. ഞങ്ങൾ വിചാരിച്ച പോലെ പോപ്പർ പൊട്ടിയില്ല. പിന്നെ അത് എടുത്തെറിയുകയാണ് ചെയ്തത്. പിന്നെ ഒന്നും കുഴപ്പമില്ലെന്ന് വിചാരിച്ച്. പിന്നെ കേക്ക് മേടിച്ചിരുന്നു നമ്മൾ സർപ്രൈസായിട്ട്. എന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യായിരുന്നു. മേമ എക്സ്പ്രഷൻ വാരിക്കോരി ഇടാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കേക്കൊക്കെ കണ്ടപ്പോൾ എക്സ്പ്രഷനൊക്കെ എവിടെ പോയി എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കേക്ക് കട്ട് ചെയ്തു. ഞാനൊക്കെ കുറേ എക്സ്പെക്റ്റ് ചെയ്തതൊന്നും മുഖത്ത് കണ്ടില്ല ഗൈസ്. എന്നാലും കുഴപ്പമില്ല, കേക്ക് കട്ട് ചെയ്തു. കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ തിന്നു. പിന്നെ എൻ്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തു. പിന്നെ ഉച്ചക്കലേക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വീട്ടിൽ തന്നെ വെച്ച ബിരിയാണിയാണ്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേനും മേമ്മയുടെ ഫ്രണ്ട് മേമ്മക്ക് ഗിഫ്റ്റ് തന്നിട്ട് പോയതാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം മേമ ഇവിടെ ആയതുകൊണ്ട്, ഇവിടെ വെച്ചിട്ട് ബർത്ത്ഡേ കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്കും കൂടി ആ ഗിഫ്റ്റിൽ പങ്കുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. മേമ അതൊക്കെ അൺബോക്സ് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ എന്താവും എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ എക്സൈറ്റ്മെൻറ്റിലാണ് നിൽക്കണമെന്ന് അറിഞ്ഞിട്ടും മേമ എന്നാൽ ഓക്കെ പതുക്കെ തുറക്കാമെന്ന് പറഞ്ഞിട്ട് മേമ പതുക്കെ അങ്ങനെ തുറക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇതിലെന്താണെന്നുള്ള അറിയാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ വേഗം തുറക്കുമെന്ന് പറയുമ്പോൾ മേമ പതുക്കെ ഇങ്ങനെ അൺബോക്സ് ചെയ്ത് തരുമായിരുന്നു. ബോക്സ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കേക്കാണെന്ന്. എന്നിട്ട് ഞങ്ങൾ തുറന്ന് നോക്കിയപ്പോൾ അതിൽ ഫുൾ ഓഫ് ചോക്ലേറ്റ്സ് ആയിരുന്നു കേട്ടോ. കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ മാത്രം ഒരു 2-3 സെക്കൻഡ് കിട്ടി. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചു. പിന്നീട് ഇത് കാണാൻ കിട്ടില്ല ഗൈസ്, കാരണം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഓരോ കൈകളാണ് വന്നത്. എടുക്കാനുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഒരു മിനി വ്ളോഗ് പോലെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.